ഇ ഡി ഉദ്യോഗസ്ഥർ വന്ന വാഹനം, ആ വാഹനം പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുൻപിലേക്ക് അവർ എടുത്തിടുകയാണ്. കൂക്കി വിളിക്കുന്നു CPM പ്രവർത്തകർ, അക്ഷമരായിട്ടുള്ള CPM പ്രവർത്തകർ. CPMന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഫേസ്, അദ്ദേഹത്തെ 8 മണിക്കൂറിലധികം സമയം ഒരു കേന്ദ്ര ഏജൻസി വീട്ടിൽ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് CPM പ്രവർത്തകരെ സംബന്ധിച്ച വളരെ വൈകാരികമാണ്. 3 വാഹനങ്ങളിലായിട്ടാണ് ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത്. ആ വാഹനം ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന പൂർത്തിയാക്കി മടങ്ങുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന വലിയ വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം അത്രത്തോളം വൈകാരികമായി ഇപ്പോൾ ഈ പ്രവർത്തകരൊക്കെ ഗേറ്റിന്, ഈ പിണറായി വിജയന്റെ ഗേറ്റിന് അവിടെ നിന്ന് അകത്തേക്ക് കയറാനും കേന്ദ്ര ഏജൻസികളെ അവരെ അസഭ്യം പറയുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു രംഗം നേരത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞിരുന്നു. അതായത് ഇ ഡി രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. BJPയും കോൺഗ്രസുമുള്ള കൂട്ടുകെട്ട് അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാര സ്മരണ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ, ചില പരാമർശങ്ങളൊക്കെ നടത്തുന്ന നേതാക്കളടക്കം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ വൈകാരികത പ്രവർത്തകർക്കുമുണ്ട്. പ്രവർത്തകർ കൂക്കി വിളിക്കുന്നു കേന്ദ്ര ഏജൻസിയെ. മാത്രമല്ല ചില പ്രവർത്തകർ മതിലിന് മുകളിലേക്ക് കയറി അകത്തേക്ക് കടക്കാനുള്ള ശ്രമം. ഈ ഉദ്യോഗസ്ഥർ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കൂടി കേന്ദ്ര സേനാംഗങ്ങൾക്കെതിരെ നടത്തുന്ന ഈ CPM പ്രവർത്തകരുടെ വൈകാരിക പ്രകടനങ്ങൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്യന്തം നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ അതുണ്ടാകുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി വാഹനത്തിലേക്ക് കയറുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ വനിത അവിടേക്ക് മറ്റൊരു ഉദ്യോഗസ്ഥൻ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. വനിതാ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. പുറത്ത് തടിച്ചുകൂടിയ CPM പ്രവർത്തകരുടെ വലിയ ഒരു CPM പ്രവർത്തകരുടെ 10 വർഷത്തിന് ശേഷം ഒരു പക്ഷേ CPM ഇത്രത്തോളം വൈകാരികമായി തെരുവിലേക്ക് ഇറങ്ങിയ മറ്റൊരു സംഭവം ഉണ്ടാകില്ല എന്നും കൂടി പറയാം. കാരണം സംസ്ഥാനത്തെ അവരുടെ പ്രധാനപ്പെട്ട മുഖം, കഴിഞ്ഞ തുടർഭരണം നേടിക്കൊടുത്ത ഫേസ് എന്നൊക്കെയുള്ള പ്രത്യേകത പിണറായി വിജയനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള കാര്യങ്ങളിൽ പിണറായി വിജയനെ കുറ്റപ്പെടുത്തി ബ്ലോക്ക് കമ്മിറ്റികൾ അല്ലെങ്കിൽ അവരുടെ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും വരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഒറ്റ പകലുകൊണ്ട് അതൊക്കെ മാറിയിരിക്കുന്നു. പിണറായി വിജയന് വേണ്ടി CPM പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുന്നു. ഇ ഡി നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യമെന്നുള്ള പൊളിറ്റിക്കൽ ഫേസ്, പൊളിറ്റിക്കൽ ഫോർമാറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥർ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളത് വലിയൊരു ആശങ്കയാണ്. പോലീസുകാർ എങ്ങനെ സുരക്ഷ ഒരുക്കും എന്നുള്ളതൊരു ആശങ്കയാണ്. മറ്റേതെങ്കിലും സ്ഥലത്തുള്ളത് പോലെയല്ല, പിണറായി വിജയൻ ഉള്ള സ്ഥലമാണ്. അദ്ദേഹത്തെ ഏതാണ്ട് 8.5 മണിക്കൂറിലധികം സമയം ഈ വീടിനകത്ത് തടയപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതടക്കം പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരുടെ മുദ്രാവാക്യം വിളിയിൽ അത്രത്തോളം വൈകാരികത ഉണ്ടായിരുന്നു. മോഡി ED VD കൂട്ടുകെട്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തിന് ശേഷം CPM പ്രവർത്തകർ വളരെ വൈകാരികതയിൽ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സംഭവമാണ്. ഏതായാലും ആ ED റെയ്ഡ് പൂർത്തിയായിരിക്കുന്നു. ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി വാഹനത്തിൽ കയറിയിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ പിണറായി വിജയന്റെയോ പ്രതികരണം ഉണ്ടായിരിക്കുമോ? ഇനി വീണ്ടും ചോദ്യം ചെയ്യാൻ വീണാ വിജയനെ വിളിപ്പിച്ചേക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ബേക്കറി ജംഗ്ഷനിലെ ഈ പ്രധാനപ്പെട്ട ഈ റോഡ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സംഘം അവരും അകത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ ഈ പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകർക്കിടയിൽ കൂടി എങ്ങനെ പോകാൻ കഴിയും എന്നുള്ളത് ഒരാശങ്ക തന്നെയാണ്. CPMന്റെ സംസ്ഥാന നേതാക്കൾ അടക്കം ഈ ഗേറ്റിന് മുൻപിലേക്ക് എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ച വലിയ വൈകാരികത പ്രശ്നം കൂടിയാണ് ഇതെന്നുള്ള കാര്യം 12:30 സമയത്ത് നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികൾക്ക് നേരെയുള്ള കല്ലേറ്, കമ്പേറ്, മാത്രമല്ല വീട്ടിലേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ഗേറ്റിന്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തകരെ 2 തരത്തിലേക്ക്, അതായത് പോലീസുകാർ ഈ ഷീൽഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ ഇപ്പുറത്തേക്ക് നിർത്തുന്നു. അതിനപ്പുറത്തേക്ക് പോലീസിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. നടുവിലായി CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്ന വളരെ പ്രതിഷേധ സാഹചര്യം, വളരെ സംഘർഷ സാഹചര്യം. വീണ്ടും കുപ്പിയേറടക്കമുള്ള കാര്യങ്ങൾ അത് ED സംഘം എത്തിയ വാഹനത്തിന് നേർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതും ഇവിടുത്തെ നാടകീയമായ കാഴ്ചയാണ്. എന്തായാലും രാവിലെ 6:10 തുടങ്ങിയ റെയ്ഡാണ്, ആ പരിശോധനയാണ്. ED സംഘത്തിന്റെ അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെയാണ്. പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, മകൾ വീണാ വിജയൻ, കൊച്ചുമകൻ, ഇത്രയും പേരാണ് ഇവിടെ ഈ വീടിനകത്ത് ഉള്ളത്. ഏതായാലും പുറത്ത് CPM പ്രവർത്തകരുടെ ഒരു വലിയ ഗ്രൂപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. ആ വാഹനം പുറത്തേക്ക് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.